ഓഫ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഹൗ യൂണിവേഴ്സ് വിൽ എൻഡ്. പുള്ളി ഡെഡ് ആവും. ബ്ലാക്ക് ഹോളിന്റെ ഇയർ പറഞ്ഞ 10⁻100 ഇയേഴ്സ്. ടെമ്പറേച്ചർ ഇല്ലേ അബ്സല്യൂട്ട് സീറോ. ഭയങ്കര ഒരു ഡിപ്രസീവ് തോട്ടാണ് ഗൈസ്. അപ്പം ഇന്ന് നമ്മുടെ മല്ലു നോക്കോ ടോക്സിലോട്ട് പിന്നെ സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഇറക്കാൻ പോണ വീഡിയോ അല്ലെങ്കിൽ ഇന്ന് പറയാൻ പോണ സംസാരിക്കാൻ പോണ കോൺസെപ്റ്റ് ഡെത്ത് ഓഫ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഹൗ യൂണിവേഴ്സ് വിൽ എൻഡ്. പിന്നെ ഗൈസ് ഇത് റിലീജിയസ് ബേസിലോ ഫിലോസഫിക്കൽ ബേസിലോ അല്ല, പ്യുവർലി സയൻറ്റിഫിക് രീതിയിലാണ് ഈ പറഞ്ഞത്. ഇപ്പം ബിഗ് ബാങ് എന്ന രീതിയിൽ സയൻസ് അംഗീകരിച്ച സയൻറ്റിസ്റ്റുകൾ പറയുന്ന രീതിയിൽ ഹൗ വിൽ യൂണിവേഴ്സ് എൻഡ് എന്നുള്ളതാണ് പറയാൻ പോണത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും പറയുന്നതാണ് ഗൈസ് യൂണിവേഴ്സ് വിൽ എൻഡിനെ ഹീറ്റ് ഡെത്ത്. അപ്പോൾ ഗൈസ് ഹീറ്റ് ഡെത്ത് എന്താണെന്ന് ബേസിക്കലി പറഞ്ഞുതരാം. സിംപ്ലിഫൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നമ്മളിപ്പോൾ ഈ സൺ ബേൺ ചെയ്യാൻ എന്താണ് എനർജി. അവിടെ ഹൈഡ്രജൻ ഫ്യൂഷൻ നടക്കുന്നതുകൊണ്ടാണ് സൺ ബേൺ ചെയ്യണത്. 5 ബില്യൺ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ സണ്ണിന് എനർജി കഴിയുമ്പോൾ എന്ത് ചെയ്യും, പുള്ളിയുടെ വരവേണ്ട കഴിഞ്ഞ് പുള്ളി കെട്ടും. പുള്ളി ജൈഗാൻറ്റിക് റെഡ് ഫേസിൽ പോയിട്ട് പുള്ളി ഡെഡ് ആവും. അതേപോലെ ലോകത്തുള്ള എല്ലാ സ്റ്റാർസുകളും ഗാലക്സികളും ഒരു ടൈം കഴിയുമ്പോൾ ആ എനർജി യൂസ് ഔട്ടായി ഡെത്ത് ആവും. ഇതിൽ ഏറ്റവും അവസാനം നിലനിൽക്കാൻ പോകുന്ന സാധനമാണ് ബ്ലാക്ക് ഹോൾസ്. ബ്ലാക്ക് ഹോൾ മരിക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോളിൻ്റെ എനർജിയും പയ്യെ ഉള്ള എല്ലാത്തിനെയും ലൈറ്റിനെ പോലും കൺസ്യൂം ചെയ്യുന്ന സാധനം കുറേ കഴിയുമ്പോൾ റേഡിയേഷനിലൂടെ അതും തീരും. അതാണല്ലോ ഈ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യാൻ പോണ ഏറ്റവും അവസാനത്തെ ഒബ്ജക്റ്റ്. അതും ഡെഡായി കഴിയുമ്പില്ലേ ഗൈസ്. എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ട്രില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ്. അത് മറ്റേ ബ്ലാക്ക് ഹോളിന്റെ ഇയർ പറഞ്ഞ 10⁻100 ഇയേഴ്സ്. അത്രയുണ്ട്. ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ പുതിയൊരു സ്റ്റാർ ഫോം ചെയ്യാനുള്ള എനർജി യൂണിവേഴ്സിലില്ല. കാരണം ബിഗ് ബാങ് അംഗീകരിക്കുന്ന സയൻറ്റിസ്റ്റുകൾക്ക് അനുസരിച്ച് സ്പേസ് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കണം. എക്സ്പാൻഡ് ആയിക്കുമ്പോൾ ഒരു ആറ്റത്തിൽ നിന്ന് മറ്റേ ആറ്റത്തിലുള്ള ഡിസ്റ്റൻസ് വരെ ആ അത്ര യൂണിവേഴ്സൽ ലെവലിൽ ഡിസ്റ്റൻസ് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പുതിയൊരു സ്റ്റാർ ക്രിയേറ്റ് ചെയ്യാനുള്ള എനർജി ഇനിയില്ല. പുതിയൊരു റിയാക്ഷൻ നടക്കാനുള്ള എനർജി ഇല്ല. ഗ്രാവിറ്റേഷനിൽ ഒരു സാധനം അട്രാക്റ്റ് ചെയ്യാനുള്ള എനർജി, ഒന്നിനും എനർജി ഇല്ല. യൂണിവേഴ്സലി മാക്സിമം എൻട്രോപ്പിക് സ്റ്റേറ്റിൽ എത്തി. ഒരു എനർജിക്കും ഇതില്ല. കാരണം അത്രയും വലുതായി എല്ലാം എക്സ്പാൻഡായി പോയി യൂണിവേഴ്സിൽ ഇനി ഒന്നും നടക്കാൻ പോണില്ല. ഈ ഹീറ്റ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഹീറ്റായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതല്ലേ. ഇത് എനർജി ഇല്ലാത്തൊരവസ്ഥ, ഒരു വോയിഡാണത്. ഒരു നമുക്ക് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ മൈൻഡ് കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ചിന്തിച്ചെടുക്കാൻ പറ്റിയൊരു കൺസെപ്റ്റ് അല്ല. കാരണം ടെമ്പറേച്ചർ ഇല്ലേ അബ്സല്യൂട്ട് സീറോ. കാരണം ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ പോസിബിൾ അക്കോർഡിംഗ് ടു അവർ കറണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിസിക്സ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മൈനസ് ടെമ്പറേച്ചർ കോറിൽ ടെമ്പറേച്ചർ അത് ഒന്നുമില്ല. ആ നത്തിങ് എന്ന് പറയുമ്പോൾ ഗൈസ് ടൈമിന് വരെയും ആ വാല്യൂ അല്ലെങ്കിൽ ടൈം എന്നുള്ള കൺസെപ്റ്റ് അവിടെ അവസാനിക്കും. കാരണം ഒന്നും ഇനി യൂണിവേഴ്സിൽ നടക്കണില്ല. ഭയങ്കര ഒരു ഡിപ്രസീവ് തോട്ടാണ് ഗൈസ്. ശരിക്കും കോസ്മോസിന്റെ എൻഡിങ് ആണത്. ഇനിയിപ്പോൾ വേറൊന്നും ഇല്ല, ഒന്നും നടക്കാനില്ല. അത് ഒന്നാലോചിക്കേ, നത്തിങ് വിൽ ലാസ്റ്റ് ഫോർ എവർ ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ലൈക്ക് ദാറ്റ് ഫോർ എവർ. നത്തിങ് എന്ന് പറഞ്ഞാൽ പ്യുവർ നത്തിങ് ഗൈസ്. നമ്മളിങ്ങനെ കണ്ണടച്ച് കഴിഞ്ഞാൽ നത്തിങ് ആണെങ്കിലും ഒരു ബ്ലാക്ക് ഷെയ്ഡ്, ഒരു ബ്ലാക്ക് ഇതെങ്കിലും ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ എൽബോയുടെ ഉള്ളിൽ കൂടി എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, വല്ലതും കാണാൻ പറ്റണ്ട. ആ നത്തിങ് കണ്ട വരാൻ പോടാ യൂണിവേഴ്സ് ഉണ്ടായി കഴിയുമ്പോൾ. ഒരു എക്സ്പ്ലെയിനബിളേ അല്ല. മാറ്റർ വരെ ഡീക്കേ പോയി. എല്ലാ മാറ്റേഴ്സൊക്കെ ഡീക്കേ പോയി. എല്ലാം തീർന്നു. ഇന്നൊന്നും നിങ്ങൾ എന്തെങ്കിലും കൺസെപ്റ്റ് ഇപ്പോൾ അതുമില്ല. ടൈം വരെ കൺസെപ്റ്റ് ഇല്ലാണ്ടായിപ്പോയി. ഈ ബ്ലാക്ക് ഹോളാണ് ലാസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം ബാക്കിയുള്ളതെല്ലാം ബ്ലാക്ക് ഹോൾസ് മാത്രമില്ല. അവസാനം ഉള്ളതല്ല ഇതുണ്ടാവും. കാരണം ബ്ലാക്ക് ഹോൾസ് ഉള്ളതിനെയൊക്കെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ബിഗർ ബ്ലാക്ക് ഹോൾ ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഒന്നും സോൾവ് ഇല്ലാത്ത സമയത്താണ് റോക്കിംഗ് റേഷ്യോയുടെ അവസാനം തീർന്നു പോകണം. അപ്പോൾ അവസാനം ഒരു ഗാലക്സി ഇപ്പം നമ്മുടെ ടൺ 16 ചെയ്യാൻ അവസാനം ഫീനിക്സ്, അത് ഏറ്റവും ഫീനിക്സ് ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായി. അത് സാങ്കേതിക ബുദ്ധിമുട്ടുകൊണ്ട് താഴ്ത്തേണ്ടി വന്ന് എടുത്തിടുന്നതായിരിക്കും ഫീനിക്സ് ബിഗ്ഗസ്റ്റ് ബ്ലാക്ക് ഹോൾ. ആ സാധനമാണ് ഈ ലോകത്ത് യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യാൻ പോണ ലാസ്റ്റ് തിങ്. കാരണം അതാണ് ഏറ്റവും വലിയ ബ്ലാക്ക് ഹോൾ റേഡിയേറ്റ് ആയി പോകാൻ പോണം. ഇപ്പൊ കണ്ടുപിടിച്ചെങ്ങനെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്ലാക്ക് ഹോൾ ഇനിയും ബിഗർ ഉണ്ടെന്നാണ് എനിക്കൊരു പ്രതീക്ഷ. അത് എല്ലാ ഗൈസ് അത് പറഞ്ഞു ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം നമ്മ ഈ കാണുന്ന യൂണിവേഴ്സ് ഇല്ലേ 46 ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്തും 46 ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്തും 93 മൊത്തം. പക്ഷേ ശരിക്കുള്ള യൂണിവേഴ്സിൻ്റെ സൈസ് ഇതിനൊരു 28 ഇരട്ടി വലുതാണെന്നാണ് ബ്രയൻ കോക്സ് എന്ന് പറയുന്നത്. അപ്പം
ഇതൊക്കെ ഇതിനുള്ളിൽ മറന്നിരിപ്പുണ്ടെന്ന്. ഇത് ഇപ്പം ഞങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ എല്ലാം കൂടിയുള്ള കൺസെപ്റ്റാണ്. എല്ലാ നോൺ യൂണിവേഴ്സ് അൺനോണും എല്ലാം കൂടി കൺസെപ്റ്റാണ്. അതും ബില്യൺസും ട്രില്യൺസും ഇയേഴ്സ് കഴിഞ്ഞിട്ട് ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് ഇത് ഇന്നവിറ്റബിൾ ആണ്. ഇതാണ് അവസാനം. സയൻസ് പറയണതനുസരിച്ച്, ബിഗ് ബാങ്ങിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പറഞ്ഞതനുസരിച്ച്. പിന്നെ കുറേ തിയറി ഉണ്ട്. ബിഗ് ക്രഞ്ച് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒറ്റയ്ക്ക് ചുരുക്കി പോകും എന്നൊക്കെ. അതേപോലെ പിന്നെ നമുക്ക് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ കൺസെപ്റ്റ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇനി ഈ ലോകത്ത് ഒന്നും നടക്കാൻ പോകില്ല. ഒരു പുതിയ സ്റ്റാർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല, പുതിയ ബ്ലാക്ക് ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല, റേഡിയേഷൻ പോലും ഒരു റിയാക്ഷനോ ഗ്രാവിറ്റേഷനോ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആബ്സല്യൂട്ട് നത്തിങ്ങിനെ സീറോ. ചത്ത് എന്നൊക്കെ പറയുന്ന ഇതിലും വലിയ ചത്ത് യൂണിവേഴ്സ് ചത്ത് ആ സീൻ അത് നല്ലൊരു ഇതായിട്ടാ. അപ്പൊ ഇതേപോലത്തെ വീണ്ടും ഡിപ്രസീവ് തോട്ട്സും ഡിപ്രസീവ് ഫാക്ട്സുമായി ഞങ്ങൾ ഇനിയും കടന്നു വരികയായിരിക്കും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അടി കാണാൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യട്ടെ. അതേ കുറേ കഷ്ടപ്പെട്ട് ഇത് വേറെ സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ക്രിസ്മസിന് വേണ്ടി ഒരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് നേരുന്നു. അടുത്ത വീഡിയോ ഇടുമെന്ന് അറിയാൻ പാടില്ല ഇതിൻ്റെ ഈ ഇടയ്ക്ക്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.